എല്ലാ കൂട്ടുകാർക്കും ഡെവിൽ ടൈഗേഴ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ സ്കെച്ചുവെല്ലിൽ ചെയ്ത ഒരു പ്രൊജക്റ്റ് എങ്ങനെ ബാക്കപ്പ് ചെയ്ത് വെക്കാം, അതുപോലെ അതെങ്ങനെ റീസ്റ്റോർ ചെയ്ത് തിരിച്ചെടുക്കാം, അതുപോലെ ആ ഒരു പ്രൊജക്റ്റ് ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലോട്ട് എങ്ങനെ ട്രാൻസ്ഫർ അടിക്കണം എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ ഞാൻ ആപ്പ് ബിൽഡിംഗ് സീരീസ് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എപ്പിസോഡ് 3 വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ എപ്പിസോഡിലും ഞാൻ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ അടി കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അടി കൊടുത്ത ലിങ്ക് എന്ന് പറയുന്നത് ശൃംഗിമി വെച്ച് ഷോർട്ടൺ ചെയ്ത ലിങ്കാണ്. അപ്പോൾ ആ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ചാടിക്കറി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ആക്കാൻ പറ്റില്ല. അത് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ അതിൽ പോയി ഡൗൺലോഡ് ആക്കാൻ. ആ ഒരു ലിങ്കിൽ നിന്ന് എങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്കെച്ചുവെല്ലിൽ അത് റീസ്റ്റോർ ചെയ്തെടുക്കാം എന്നാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ലിങ്ക് എന്ന് പറയുന്നത് ഞാൻ എപ്പിസോഡ് 3 സ്പ്ലാഷ് സ്ക്രീൻ സെറ്റിംഗ് അപ്പ് എന്നുള്ള ഒരു ട്യൂട്ടോറിയൽ വരുന്നത് അതിൽ ചെയ്ത ഒരു വാട്സപ്പിൻ്റെ സ്പ്ലാഷ് സ്ക്രീനിൻ്റെ ഒരു ഫയലാണിത്. അപ്പോൾ അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഷോർട്ടൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിങ്കിൽ നിന്ന് എങ്ങനെ ആ ഒരു ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ആദ്യം പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഞാൻ ആ ലിങ്ക് എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്ന എല്ലാ പ്രോജക്റ്റും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ആ ലിങ്ക് ഓപ്പൺ ആക്കുകയാണ്. അത് നിങ്ങൾ ഗൂഗിൾ ക്രോം അല്ലാന്നുണ്ടെങ്കിൽ ഓപ്പർ വിനി നിങ്ങളെ ബ്രൗസർ വെച്ചിട്ട് അത് ഓപ്പൺ ആക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു പേജ് ഫുള്ളായി ലോഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷനൊക്കെ വരും. ഒക്കെ നിങ്ങൾ ക്യാൻസൽ അടിച്ച് കളയുക. ചിലപ്പോൾ ക്യാൻസൽ അടിക്കുമ്പോൾ വേറൊരു പേജിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. അപ്പോൾ തന്നെ നിങ്ങൾ ബാക്ക് അടിക്കുക. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ആം നോട്ട് റോബോട്ട് കംപ്ലീറ്റ് ആക്കി വേണ്ടത്. അത് നമ്മൾ ഈ ഒരു മെയിൻ പേജിലാണ് ആ സംഭവം ഉള്ളത്. അപ്പോൾ വേറെ ഏതെങ്കിലും പേജിലോട്ട് എങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ ബാക്ക് അടിച്ചിട്ട് ഈ ഒരു മെയിൻ പേജിലോട്ട് തന്നെ തിരിച്ചു വരിക. എന്നിട്ട് ഇവിടെ ഐ ആം നോട്ട് റോബോട്ട് എന്നുള്ള ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആക്കുക. ജസ്റ്റ് ആ ബോക്സിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ക്ലിക്കാക്കിയപ്പോൾ ഓട്ടോമാറ്റിക് വേറൊരു പേജിലോട്ട് പോയി. അപ്പോൾ തന്നെ നിങ്ങൾ ബാക്ക് അടിക്കുക. എന്നിട്ട് നമ്മൾ ആ ഫസ്റ്റത്തെ ഒരു പേജിലോട്ട് തന്നെ വരുന്നിട്ട് ആ ഐ ആം നോട്ട് റോബോട്ട് ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അത് കംപ്ലീറ്റ് ആക്കുക. എനിക്കിവിടെ ബ്രിഡ്ജസ് ആണ് സെലക്ട് ചെയ്യാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താ വന്നാലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ആക്കിയിട്ട് കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, ഞാൻ അവിടെ ഐ ആം നോട്ട് റോബോട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് അടിയിൽ വരിക. അടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ക്ലിക്ക് ഹിയർ ടു കണ്ടിന്യൂ എന്നുള്ളൊരു നീല ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക് വേറൊരു പേജിലോട്ട് പോകും. അപ്പോൾ തന്നെ നിങ്ങൾ ജസ്റ്റ് ബാക്ക് അടിക്കുക. നമ്മളെ ഫസ്റ്റ് പേജിലോട്ട് തന്നെ വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ടൈമർ വന്നിട്ടുണ്ട് 8 സെക്കൻഡ്. അത് 0 സെക്കൻഡ് ആവണ വരെ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ആ നീല ബട്ടൺ അമർത്തിയിട്ട് അത് പോയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ആ നീല ബട്ടൺ അമർത്തുക. എന്നിട്ട് ബാക്ക് അടിച്ചാൽ മതി. വേറെ പേജിലോട്ട് എപ്പോൾ പോയാലും അപ്പോൾ തന്നെ നിങ്ങൾ ബാക്ക് അടിക്കുക. ഓക്കെ, ഇവിടെ 0 സെക്കൻഡ് ആയതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് അടിയിൽ വരിക. അടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ പച്ച ബട്ടൺ കാണാൻ പറ്റും, ഗെറ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്പോൾ തന്നെ ബാക്ക് അടിക്കുക. അപ്പോൾ നമ്മളിവിടെ മീഡിയ ഫയറിൻ്റെ ഒരു പേജ് വന്നിട്ടുണ്ട്, വാട്സപ്പ് അനിമേഷൻ സ്പ്ലാഷ് എന്ന് പറയുന്നത്. ഈ ഒരു പേജാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള ലിങ്ക്. ബാക്കിയുള്ള എന്ത് ഡൗൺലോഡ് ആക്കാൻ പറഞ്ഞാലും അപ്പോൾ തന്നെ നിങ്ങൾ ക്യാൻസൽ അടിച്ച് കളയുക. എന്നിട്ട് ഇവിടെ പോയിട്ട് ഈ ഒരു വാട്സപ്പ് അനിമേഷൻ എന്നുള്ള ഒരു നീല ബട്ടണിന്മേൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ആക്കുക. ഓക്കെ, അപ്പോൾ അത് ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാനിത് എങ്ങനെയാണ് സ്കെച്ച്വെയറിൽ റീസ്റ്റോർ ചെയ്തെടുക്കാം, അതുപോലെ എങ്ങനെ ബാക്കപ്പ് ചെയ്യാം എന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ സ്കെച്ച്വെയർ ഓപ്പൺ ആക്കുക. ഓക്കെ, ഞാൻ ഇവിടെ സ്കെച്ച്വെയർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് എങ്ങനെ റീസ്റ്റോർ ചെയ്തെടുക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ആ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി നിങ്ങളിവിടെ റീസ്റ്റോർ എന്നുള്ള ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ സ്കെച്ച്വെയർ ബാക്കപ്പ് എന്നുള്ള ഫോൾഡറാണ് എടുക്കുന്നത്. ബാക്ക് അടിക്കാൻ ഇവിടെ മുകളിലുള്ള ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് ഡൗൺലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു, ശൃംഗിമിയുടെ ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എങ്ങനെ റീസ്റ്റോർ ചെയ്തെടുക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ അത് എന്തായാലും ഡൗൺലോഡ് ആക്കിയെല്ലാം ഡൗൺലോഡ്സ് എന്നുള്ള ഫോൾഡറിലാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഡൗൺലോഡ് എന്നുള്ള ഒരു ഫോൾഡറിലോട്ട് പോവാണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വാട്സപ്പ് അനിമേഷൻ സ്പ്ലാഷ് .swb. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കെച്ച്വെല്ലിൽ ബാക്കപ്പ് ചെയ്യുന്ന ഫയൽസ് എന്ന് പറയുന്നത് .swb ഫയലായിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ റീസ്റ്റോർ ചെയ്യുമ്പോഴും എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആ ഒരു SW ഫയൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സെലക്ട് കൊടുക്കുകയാണ് അടിയിലുള്ള. അപ്പോൾ ഒരു പ്രൊജക്റ്റ് ഇവിടെ റീസ്റ്റോർ ആയി വന്നിട്ടുണ്ട്, കണ്ടാം. ഇനി ഇതെങ്ങനെ ബാക്കപ്പ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ബാക്കപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ 2 ബോക്സ് ഈ ചെക്ക് ബോക്സ് ചെക്ക് ചെയ്തിട്ട് ബാക്കപ്പ് കൊടുക്കുക. അപ്പോൾ ക്രിയേറ്റിംഗ് ബാക്കപ്പ് ആയിട്ട് സംഭവം ബാക്കപ്പ് ആയിട്ടുണ്ട്. ഇനി ഈ ബാക്കപ്പ് ചെയ്ത സാധനം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊരു SW ഫയലാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾ ഫയൽ മാനേജർ ഓപ്പൺ ആക്കുക. എന്നിട്ട് നിങ്ങൾ ആ ലോക്കൽ ഫയൽസ് എടുക്കുക. നിങ്ങൾ ഇപ്പോൾ ചില ഫയൽ മാനേജറിലൊക്കെ ഹിഡൻ ഫയൽസ് കാണിക്കില്ല. അപ്പോൾ നിങ്ങൾ ഫയൽ മാനേജറിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ഷോ ഹിഡൻ ഫയൽസ് ഒക്കെ ഓൺ ആക്കിയിട്ടാലാണ്
ഒരു ഡോട്ട് സ്കെച്ച്വെയർ എന്നുള്ള ഒരു ഫോൾഡർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ആ ഫോൾഡർ. ഇത് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹിഡൻ ഫയൽസ് ഷോ ആക്കിയിടണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു ഫോൾഡർ കാണുള്ളൂ. ഡോട്ട് സ്കെച്ച്വെയർ, വെറും സ്കെച്ച്വെയറില്ല, ഡോട്ട് ഉണ്ടാവും അതിൻ്റെ മുന്നിൽ. എന്നിട്ട് അത് ഓപ്പൺ ആക്കിയിട്ട് അതിൽ ബാക്കപ്പ് എന്നുള്ള ഫോൾഡറാണ് നമ്മൾ ബാക്കപ്പ് ചെയ്ത എല്ലാ SW ഫയൽസും ഇവിടെ കാണാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും റീസ്റ്റോർ ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു SW ഫയലാണ് റീസ്റ്റോർ ചെയ്യുക. ബാക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊരു SW ഫയലായിട്ടാണ് സേവ് ആവുകയും ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫയൽ വേണമെങ്കിൽ വേറൊരു ഫോണിലോട്ട് സെൻഡ് ചെയ്തിട്ട് അതിലുള്ള സ്കെച്ചുകളിലോട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ റീസ്റ്റോർ ചെയ്തെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ് അടിക്കാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. പിന്നെ നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് അടി കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ആവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഡൗൺലോഡ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ ഡയറക്റ്റ് ലിങ്കൊക്കെ ഞാൻ അവിടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ഇറ്റ് ഈസ് മീ ആഷിഖ് സൈനിങ് ഔട്ട്.